ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും RJMA ഗെയിമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കോർ എന്നതിലൂടെ എങ്ങനെ ഗെയിം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി വരുന്ന പാർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ പാർട്ട് 1 നമ്മൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമ്മൾ ക്രോം എടുക്കുക, അതിൽ എപ്പിക് ഗെയിം ലോഞ്ചർ എന്നാണ് ഇതുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണു. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ അത് ഓപ്പൺ ആക്കുക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്രോമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതിൽ തന്നെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എപ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ബോക്സ് ആ പരിപാടി കണ്ടിട്ടില്ലേ, അതിൻ്റെ ഒരു വേറെ ഇതാണ്. അപ്പോൾ ഇതിൽ പൈസ ഇട്ട് കളിക്കാൻ പറ്റുന്നതുണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. നമ്മൾ ഇതെന്താ ചെയ്യുന്നത്, കോർ ഡൗൺലോഡ് ചെയ്യാനാണ്. നമ്മൾ സെർച്ചിൽ പോയിട്ട് കോർ എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലെ വരും. ഈ 3 എണ്ണത്തിൽ വെറും കോർ ഇതുപോലെ ഈ ഒരു ചിത്രം കണ്ടോ, അത് എടുക്കുക. അതെടുത്താൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു സ്റ്റോർ തന്നെയാണ് കോറ്. നമ്മൾ കോർ ഓപ്പൺ ചെയ്യുക. പിന്നെ അപ്പോൾ കോറിൻ്റെ ഉള്ളിൽ എന്താണ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കോറൊന്ന് ഓപ്പൺ ആക്കാൻ കുറച്ച് സമയം എടുക്കും. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മൾ സ്വന്തം ഗെയിംസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്ത ഗെയിംസ് നമുക്ക് കളിച്ച് വെക്കാം. പിന്നെ നമുക്ക് ഇവൻറ്റ്സുകളൊക്കെ ഉണ്ടാവും, അതുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കളിച്ച് ഇതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ സ്പേസ് ഇതുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കാണാം. അപ്പോൾ നമ്മൾ ഇതിലൊരു പറഞ്ഞ കൺസെപ്റ്റ് നോക്കാതെ കീബോർഡിൻ്റെ തലയ്ക്ക് ESC എന്ന് പറഞ്ഞ ഒരിതുണ്ട്, ഞാൻ ക്ലിക്ക് ചെയ്താൽ ഇത് മറ്റുള്ളവരുണ്ടാക്കിയ ഗെയിമുകളാണ്. ഇത് കാണിച്ചാൽ ഇപ്പോൾ ഇത് കളിക്കുന്നത് എടുത്തിട്ട് പ്ലേ എന്ന് കൊടുത്താൽ മതി. ഇതിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ ഗെയിംസുകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ ഇതുണ്ടാവും, നമ്മുടെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് വെച്ചാൽ ഷോപ്പും ചെയ്യുക. ഇതിന് ഈ ഒരു ഇതുണ്ടോ, ഇത് നമ്മൾ കളിച്ചുണ്ടാക്കണം. ഏത് രീതിയിൽ ഉണ്ടാക്കേണ്ടത് ഇതിൽ കാണിക്കും. ഇതിനോട് കളിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് അതിന് ഇത് വാങ്ങാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കും. ഇതിനൊക്കെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിച്ചാൽ, ഫ്രണ്ട്സിനൂടെ കളിച്ചാൽ, പാർട്ടി ഉണ്ടാക്കിയിട്ട് അതിന് അങ്ങനെ കളിച്ചാൽ, ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ടുണ്ടാവും. ഈ ക്രിയേറ്റ് ഓപ്ഷനിലാണ്. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗെയിമാണിത്. അപ്പോൾ ഇതിൽ പ്ലേയിൽ നമുക്ക് ഇവൻറ്റ്സിൽ പോയാൽ നമുക്ക് ഇതിൻ്റെ ഇവൻറ്റ്സുകൾ കാണാൻ പറ്റും. ഇവൻറ്റ്സുകളൊക്കെ ഒന്നുമില്ല തോന്നുന്നു. പിന്നെ മൈ ഗെയിംസ് ആൻഡ് ഇവൻറ്റ്സ് എന്നുണ്ടാവും. അതിൽ ഇപ്പോൾ ഒരു ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇപ്പോൾ പഴയ പോലെ തന്നെ ഞങ്ങൾക്കിത് പോവാം. ഇപ്പോൾ വേൾഡിൽ നമ്മൾ പഴയ രീതിയിൽ തന്നെയാണെങ്കിൽ ഇത് ഈ ഒരു രീതിയിലുണ്ടാവുക. അറ്റത്തായിട്ട് പ്ലേയേഴ്സിൻ്റെ എണ്ണവും ആർക്കൊക്കെ ഓൺലൈൻ ഉണ്ട് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് നോക്കാനും കളിക്കാനൊക്കെ പറ്റും. നമുക്ക് വേണ്ട ഇവൻറ്റ് ഇതാക്കാം. അവിടെ മോസ്റ്റ് എൻജിൻ ഗെയിം, ഡെയിലി ബോണസ്, അതൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ. ഞാനിത് ക്ലോസ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.